വെൽക്കം ബാക്ക് ടു പ്രിൻസ് ക്രിയേറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റിയും വിഷ്വൽ സ്റ്റുഡിയോയും അതുപോലെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള എൻജിൻസ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ യൂണിറ്റിയുടെ ഇൻ്റർഫേസുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് എന്തൊക്കെയാണ്, ഈ കാണുന്ന സീനിനകത്ത് ഈ കാണുന്ന ഒരു വ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് അതിനൊക്കെ തൊട്ടും തലോടിയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. സോ ഫസ്റ്റ് തിങ്, സീൻ വ്യൂ. എന്താണ് ഒരു സീൻ വ്യൂ? നമ്മളെപ്പോഴും സിനിമയുടെ എക്സാമ്പിളുള്ള പറയുന്നത്. സോ ഇതിനകത്തും സിനിമയുടെ എക്സാമ്പിൾ തന്നെ പറയാം. അതായത് ഒരു സിനിമയ്ക്കകത്ത് ഒരു സീനിനകത്ത് എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെയാണ് ഈ സീൻ വ്യൂവിനകത്ത് കാണുന്നത്. സോ സീൻ വ്യൂവിനകത്ത് എന്തൊക്കെ കാണും? ആക്ടേഴ്സ് കാണും, ലൈറ്റ്സ് കാണും, ക്യാമറ കാണും എന്നിവയുടെ എല്ലാ കാര്യങ്ങളും, അതായത് ആ സീനിനകത്ത് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാവും, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഈ സ്റ്റണ്ട് അസിസ്റ്റൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ആ സീനിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ആ ഒരു സീൻ വ്യൂവിനകത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ സീനിനകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെയിൻ ക്യാമറ കാണാം. മെയിൻ ക്യാമറയുടെ ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ കാണാം. ഡയറക്ഷൻ ലൈറ്റ് അടിക്കുന്ന ഡയറക്ഷനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാണാം. സോ എന്ന് വേണ്ട എല്ലാം അവിടെ ഉണ്ടാവും. സോ ഡയറക്ഷൻ ലൈറ്റിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല. നമ്മളൊരു സീൻ ഡിഫോൾട്ട്ലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ഡിഫോൾട്ട് ഡയറക്ഷൻ ലൈറ്റ് ഉണ്ടാവും. അത് ആ സീനിനെ എൻറ്റയർലി ടോട്ടലി ഒന്ന് ലൈറ്റപ്പ് ചെയ്യാനായിട്ട് യൂണിറ്റി തന്നെ ഡിഫോൾട്ടായിട്ട് തരുന്നതാണ് ആ ലൈറ്റിങ്. ഇത് നമുക്ക് ഗെയിം വിൻഡോയിലേക്ക് പോകാം. നമ്മൾ സീനിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മുടെ എൻ്റെ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നില്ല. സിനിമയ്ക്കകത്ത് എന്താ കാണുന്നത്? സിനിമയ്ക്കകത്ത് ഒരു മെയിൻ ക്യാമറയുടെ അകത്ത് കൂടെ എന്താണ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത് അത് മാത്രമാണ് സിനിമയ്ക്കകത്ത് കാണുന്നത്. ഈ സെയിം സിനാരിയോയിൽ നമ്മൾ ഗെയിമിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീനിനകത്ത് പല പല ഒബ്ജക്ട്സ്, ക്യാമറ ആർട്ടിസ്റ്റ്, ഈ പറഞ്ഞ പോലെ ലൈറ്റിങ്, ഈ ക്യാമറ എന്നുകൊണ്ട് എല്ലാം ഉണ്ടാവും. പക്ഷേ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ ആ മെയിൻ ക്യാമറയിൽ എന്ത് ഒപ്പിയെടുക്കുന്നോ അത് മാത്രമേ ഗെയിമിനകത്ത് കാണുള്ളൂ. ഈ ഗെയിമിനകത്ത് ഈ വിൻഡോയ്ക്കകത്ത് എന്ത് കാണുന്നോ അതാണ് നമ്മളൊരു ബിൽഡ് എടുത്തിട്ട് നമ്മുടെ എൻഡ് യൂസറിന് കൊടുത്തു കഴിയുമ്പോൾ അയാളും കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ക്യൂബ് ഉണ്ടാക്കുകയാണ്. ക്യൂബ് ഉണ്ടാക്കുന്ന പ്രോസസ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത്യാവശ്യം വലിയൊരു ക്യൂബാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ക്യൂബ് ശ്രദ്ധിക്കുക. ഈ ഒരു ക്യൂബ് നമ്മുടെ ക്യാമറ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്യാമറ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യൂബ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഗെയിം വ്യൂവിനകത്ത് ആ ഒരു ക്യൂബ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഈ ക്യൂബ് ഇവിടുന്ന് മാറ്റിയിട്ട് ആ ക്യാമറയുടെ തൊട്ട് ബാക്കിലേക്ക് വെച്ചു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീൻ വ്യൂവിനകത്ത് ആ ഒരു ക്യൂബ് ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മുടെ ഗെയിമിനകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീനിനകത്ത് നമുക്ക് ഗെയിമിൻ്റെ ആ ക്യാമറയിൽ കൂടെ കാണണ്ടാത്ത പലരും ഉണ്ടാവും, പക്ഷെ അവരെല്ലാം ആ ഒരു സീനിനകത്ത് ആവശ്യമാണ്. ഉദാഹരണത്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരെയും പൗഡറൊക്കെ ഇടിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിർത്തണം, പക്ഷേ അയാൾ ക്യാമറയുടെ മുമ്പിൽ വരേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സീൻ വ്യൂവിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ മെയിൻ ആ ഒരു എക്സ്ട്രാക്റ്റഡ് കണ്ടൻറ്റ് മാത്രമേ ഗെയിം സീനിനകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്യൂബിനെ ഞാൻ പിന്നെയും തിരിച്ച് ക്യാമറയുടെ വ്യൂവിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്യൂബിനെ കാണാം. ഇനി ഡയറക്ഷൻ ലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയറക്ഷൻ ലൈറ്റ് ഞാനിവിടെ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എൻ്റയർ സീൻ ഇരുണ്ടുപോയി. ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ ഇപ്പോൾ നല്ല ലൈറ്റപ്പ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന ക്യൂബ് നമ്മൾ ഡയറക്ഷൻ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമലി ഇപ്പം ഞാനിവിടെ ഒരു റിംഗ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഞാനിരുന്ന് സംസാരിക്കുന്നത്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതേ സെയിം എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ ഡയറക്ഷൻ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂബിനകത്തുള്ള ലൈറ്റിങ് കുറച്ച് കുറയും. നെക്സ്റ്റ് പോയിന്റ്, ഹൈറാർക്കി. നമ്മുടെ സീനിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു
നമ്മൾ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ സീനിനകത്ത് എന്തൊക്കെ വേണം? പൂച്ചട്ടി 10, അല്ലെങ്കിൽ നായകനെ ഇടിച്ച് പൊട്ടിക്കാനുള്ള ഇഷ്ടിക 20 എണ്ണം, മേക്കപ്പ് ആർട്ടിസ്റ്റ് 1 അങ്ങനെ എല്ലാ ലിസ്റ്റുകളും ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് ഹൈറാർക്കി. അതായത് ഒരു സീനിനകത്ത് വേണ്ട എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. അതിന് നമുക്ക് പേരിടാം, ഓരോന്നിനും കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം, ഓരോന്നിനും ഗ്രൂപ്പായിട്ട് വയ്ക്കാം, ചൈൽഡ് ആക്കാം. അതൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, പ്രോജക്റ്റ് വിൻഡോ. പ്രോജക്റ്റ് വിൻഡോ ആണ് ഒരു എൻറ്റയർ സിനിമയുടെ വെയർ ഹൗസ്. അതായത് ഒരു സിനിമയുടെ വെയർ ഹൗസിനകത്ത് നിന്നുണ്ടാവും. നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും, നാളെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിനെല്ലാത്തിനും വേണ്ട എക്യുപ്മെൻറ്റ്സ്, ട്രാക്ക് ആൻഡ് റോൾ, ഇമേജസ്, അല്ലെങ്കിൽ ഫുഡ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രോജക്റ്റ് വിൻഡോനകത്ത് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്ത് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ആ ഇമേജ് ഈ ഒരു സീനിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറാർക്കിയിലേക്ക് ലിസ്റ്റ് കൊടുത്ത് വിടണം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. സോ നമുക്ക് നമ്മുടെ ഗെയിമിനകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. സേ ബേർഡ് PNG. സോ നമ്മളൊരു ഇമേജ് റാൻഡംലി നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു, നമ്മൾ ഫോൾഡറിനകത്ത് എടുത്ത് വെച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യണം. ഞാനിവിടെ നമ്മുടെ വെയർ ഹൗസിനകത്ത് വന്നു. ഇവിടെ ഞാനൊരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കണം. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് അടിക്കുന്നു, ഫോൾഡർ അടിക്കുന്നു, ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കണം. ജസ്റ്റ് സിംപ്ലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ എങ്ങനെയാണോ ഒരു ഫോൾഡർ ഉണ്ടാക്കുക, സെയിം പോലെ തന്നെ ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഇൻ എക്സ്പ്ലോറർ കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ്, ആ ഒരു ഫോൾഡർ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ ഓപ്പൺ ആയിട്ട് വരും. സോ അവിടെ ഞാനിത് പേസ്റ്റ് ചെയ്തു, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ്. അത് കാര്യമൊക്കെ ഉണ്ട, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു ബേർഡിൻ്റെ ഇമേജ് നമ്മുടെ ഗെയിമിനകത്ത് നമുക്ക് ആവശ്യമാണ്. സോ അത് വെയർ ഹൗസിനകത്ത് ആദ്യം നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഹൈറാർക്കിയിലേക്ക് ആഡ് ചെയ്തു. സോ അവിടെ ആ ഒരു ബേർഡിൻ്റെ ഇമേജും കാര്യങ്ങളും വന്നു. ഇത് നമുക്ക് ഗെയിം സീനകത്തേക്ക് വരണമെങ്കിൽ ക്യൂബ് ഓഫ് ചെയ്താൽ മതി. ഗെയിം സീനകത്ത് വന്നു. ഇങ്ങനെയാണ് ഏതൊരു അസറ്റും, ഏതൊരു ആനിമേഷനും, ഏതൊരു പ്ലെയറും എന്തും ഒരു ഗെയിമിനകത്തേക്ക് വരാം. ആക്ച്വലി എന്തായിരിക്കും, നമ്മൾ വേറെ എവിടെയെങ്കിലും മായയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പിക്സലിൽ നിന്നോ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ നിന്നോ നമ്മൾ ഉണ്ടാക്കുന്ന 3D 2D ഇമേജസ്, ആനിമേഷൻസ് അല്ലെങ്കിൽ ലൈറ്റിങ് എന്ത് തന്നെയാണെങ്കിലും ആദ്യമേ അത് പ്രോജക്റ്റ് ഫോൾഡറിലേക്ക് നമ്മൾ എത്തിക്കും. പ്രോജക്റ്റ് ഫോൾഡറിൽ നിന്ന് നമ്മൾ ഹൈറാർക്കിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സീനിലെത്തിക്കുന്നത്. നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണുന്ന സാധനമാണെങ്കിൽ നമ്മളത് ഗെയിം വ്യൂയിലേക്ക് നമ്മൾ എടുത്തിടും. സോ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻസ്പെക്ടറെയാണ്. സോ നമ്മുടെ ഹൈറാർക്കിക്ക് അത് കാണുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും വിളിക്കുന്ന പേരാണ് ഗെയിം ഒബ്ജക്റ്റ്. കാരണം അത് ഗെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. സോ ഇവിടെയുള്ള ഏത് ഒബ്ജക്റ്റിനെ എടുത്താലും അതിൻ്റെ പൊസിഷൻ ആയിക്കോട്ടെ, അതിൻ്റെ സ്കെയിലിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ കമ്പോണൻസ് ആയിക്കോട്ടെ, എല്ലാം ഇൻസ്പെക്ടറിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഡയറക്ഷൻ ലൈറ്റ്, നമ്മുടെ ക്യൂബ് നമ്മൾ ഓൺ ചെയ്ത്, ബേർഡിന് തന്നെ പിടിക്കാം. ബേർഡ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചു. ആ ബേർഡിൻ്റെ സൈസ് നമ്മൾ പകുതി ആക്കുന്നത് നമുക്ക് ഈ ഒരു ഇൻസ്പെക്ടറിൽ കൂടെ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ഇതല്ല വേറെ ഏതെങ്കിലും ആംഗിളിൽ കൂടെ, വേറെ ഏതെങ്കിലും രീതിയിലൂടെ ഇതിൻ്റെ സൈസ് വലുതാക്കിയാലും ചെറുതാക്കിയാലും അത് ആ ഇൻസ്പെക്ടറിൽ നമുക്കറിയാനും പറ്റും. സോ ഇൻസ്പെക്ടറിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കമ്പോണൻസ് അതിനകത്തുള്ളത്, എല്ലാം കാണാൻ പറ്റും. സോ ഈ ബേർഡിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ബേർഡിനകത്ത് എന്താ ഉള്ളത്? സ്പ്രൈറ്റ് റെൻഡറാണുള്ളത്. അതൊരു 2D ഒബ്ജക്റ്റാണ്. ക്യൂബിനകത്ത് വരുമ്പോൾ 3D ഒബ്ജക്റ്റിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഡയറക്ഷൻ ലൈറ്റിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഉണ്ടാവും.
മെയിൻ ക്യാമറയ്ക്കകത്ത് വരുമ്പോൾ അതിനകത്തുള്ള മെയിൻ പ്രോപ്പർട്ടി ആയിട്ടുള്ള ക്യാമറ അവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. സോ നെക്സ്റ്റ് വിൻഡോ കൺസോളാണ്. ഇത് കുറച്ചെങ്കിലും പ്രോഗ്രാമിംഗ് എഴുതിയിട്ടുള്ള ആളുകൾ എപ്പോഴെങ്കിലും പ്രിൻറ്റ് A+B എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടാവും, സീലാണെങ്കിലും എവിടെയാണെങ്കിലും. സോ അങ്ങനത്തെ അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്, അതല്ലാതെ ഗെയിമിനകത്ത് അത് വരില്ല. സോ പ്രോഗ്രാമിംഗ് ചെയ്യാത്തവർ അത് വിട്ടേരെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എക്സ്ട്രാ ആയിട്ട് 2 കാര്യങ്ങളോട് പഠിക്കാം. ഒന്ന്, നമ്മൾ ഫയലിനകത്ത് ബിൽഡ് സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കാണും. ഇത് ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ തിയറി സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും ബിൽഡ് എടുക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഒട്ടുമിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പ്ലാറ്റ്ഫോംസിലേക്കും ബിൽഡ് എടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ നോക്കൂ, ആൻഡ്രോയിഡ്, iOS, PS4, വിൻഡോസ്, WebGL എന്നുകൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോംസും നമുക്കിവിടെ കാണാം. ഇതിനകത്തേക്ക് എവിടേക്കാണോ നമുക്ക് ബിൽഡ് എടുക്കേണ്ടത് ആ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ബിൽഡ് തട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ബിൽഡാകും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു പ്ലെയർ സെറ്റിങ്സും കൂടി പഠിക്കാം. സെറ്റിങ്സിനകത്ത് തന്നെ പോയിട്ട് പ്ലെയർ സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ കമ്പനിയുടെ നെയിം, പ്രോഡക്റ്റിൻ്റെ നെയിം നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് അതാണ് ആ ഒരു ഐക്കണിൻ്റെ താഴെയുള്ള നമ്മുടെ കറക്റ്റ് ഗെയിമിൻ്റെ പേരായിട്ട് വരുന്നത്. നമ്മുടെ ഗെയിമിൻ്റെ ഐക്കൺ വേണമെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സെലക്ട് അടിച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബേർഡിൻ്റെ ഇമേജ് ആയിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ ഐക്കണായിട്ട് വരാം. ഈ ഒരു മെയ്ഡ് വിത്ത് യൂണിറ്റി എന്നുള്ളത് നമ്മൾ ഗെയിം ബിൽഡ് എടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്ക്രീനായിട്ട് നമുക്ക് എന്തായാലും വരും. ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ യൂണിറ്റി ഇൻ്റർഫേസ് ആയിട്ടുള്ള അത്യാവശ്യം പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ജേർണി മിസ്സാവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക് യു.